Double takedown. മലരേ നിന്നെ കാണാതിരുന്നാൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവരുടെ കൂടെയാണ് 1v1 കളിക്കാൻ. പക്ഷേ 1v2 കളിക്കാൻ പോകണം. അപ്പോൾ ഇവരുടെ കൂടെയാണ് ബ്രദേഴ്സ്. അങ്ങനെ അതും വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ സംഭവം ഉണ്ട്. അതായത് പുറത്തുനിന്നുള്ള ശബ്ദം, ഇവിടെ നിന്നുള്ള ശബ്ദം, പിന്നെ അകത്തുനിന്നുള്ള ശബ്ദം, എല്ലാ ശബ്ദവും കൂടെ കൂടിയിട്ടാണെങ്കിൽ മൈക്രോസോഫ്റ്റിനെ അടിച്ചു പൊട്ടിച്ചു ഗൈസ്. അതുകൊണ്ട് നമുക്കിപ്പോൾ വീണ്ടും വോയിസ് കൊടുക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ എന്തോ ബഗ് അടിച്ചിട്ട് നമ്മുടെ മറ്റേ ലിമിറ്റഡ് കോയിനാണ് വന്നോളൂ ഗൈസൊക്കെ. അപ്പോൾ എന്തായാലും കാര്യമാക്കണ്ടെന്ന് എഴുതി നമ്മൾ ഫസ്റ്റ് നമ്മളെ പുള്ളിയുടെ അനിയൻ അടിച്ചിട്ടു ഗൈസ്. വാൾക്കർ എന്നാണ് പേര്. പിന്നെ ഇവൻ്റെ പേരെന്ന് പറഞ്ഞാൽ മലയാളി വേണമെന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളാണെങ്കിൽ അടിച്ചു തുടങ്ങി ഗീസൊക്കെ. അവന് ഹെഡ് ഷോട്ട് കയറി. ഓക്കെ, അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഫസ്റ്റ് റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങ് എടുത്തു. ഓക്കെ, അവർക്കധികം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേ നാളായി കളിച്ചിട്ട്. അപ്പോൾ ഇപ്പം കയറുള്ളൂ. സെൻസിറ്റിവിറ്റി ഇച്ചിരി സെറ്റാക്കിയിട്ട് അവരുടേതായിട്ടൊരു സെൻസിറ്റിവിറ്റി ഇല്ലേ ഗൈസ്, അത് അവർ മറന്നുപോയി കാണും. അതുകൊണ്ട് അവരുടെ ഗെയിം പ്ലേ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും ഗെയ്സ്. അപ്പോൾ നമ്മളെന്തായാലും UMP വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി എന്താ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം ഗെയ്സ്. നമ്മൾ ഗ്ലൂ ആൾട്ട് പോകുന്നുണ്ട് ഗെയ്സ്. നമ്മുടെ ഡിവൈസിൻ്റെ പ്രശ്നം കാരണം ലാഗ് അടിക്കാൻ ഇച്ചിരി സാധ്യതയുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഗീസ് ഇവിടെ നിന്ന് ഫൈറ്റ് തുടങ്ങി. ഞാൻ ഒരുത്തൻ നോക്കാക്കിയായിരുന്നു. പിന്നെ ഗീസ് അവൻ്റെ അനിയനും ഉണ്ടാവുള്ളൂ ഗീസ്. എന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു. കുത്തിപ്പിടിച്ച് ഹെഡ് കയറ്റി. ഓക്കെ, മറ്റവനെ ഞാൻ ഹെഡ് കയറ്റി ഫിനിഷ് ചെയ്തതാണ്. ഓക്കെ, ഇതിൽ ഒള്ളി ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ മറ്റു മോഡാണ് വെച്ചേക്കണേ. ഓക്കെ, നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ടിൽ എടുത്തേക്കാം. ബാക്കി ഗ്ലൂ വേണ്ട. ആവശ്യമുള്ളവരെ വാങ്ങിച്ചേക്കാം ഗേസ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പുള്ളിയുടെ അനിയനാണെങ്കിൽ റഷ് ചെയ്ത് കയറി. അപ്പം ഞാൻ അവനാണെങ്കിൽ നേരെ അങ്ങ് അടിച്ചിട്ടു. ഓക്കെ, പുള്ളി അങ്ങനെ നമ്മളെ ഗേസ് ചങ്ങായി സോണിപ്പെട്ട് മരിച്ചുപോയി ഗേസ്. ഓക്കെ, ഇവിടെ നിന്നാണെങ്കിൽ ഫുൾ ഫൈറ്റാണ്. ഇപ്പുറത്തുനിന്നാണ് അടിക്കണം ഗീസൊക്കെ. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് മൂടി വെച്ചു. അന്നേരം ഗീസ് ഇവൻ്റെ അനിയനെ ഇവിടെ കണ്ടു. എന്നിട്ട് ഞാനൊരു ഹെഡ് അടിക്കാൻ നോക്കി M8 വെച്ചിട്ട്. കാര്യം അടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പിന്നെ ഗ്ലൂ ആൾട്ട് അവനെ മൂടിയിട്ടുണ്ട് ഗീസ്. ലാഗടി ഉണ്ട് ചെറുതായിട്ട്. ഡെസേർട്ടികൾ വെച്ച് വീണ്ടും അടിക്കാൻ നോക്കി ഗീസ്. കയറുന്നില്ല. എൻ്റെ പഴയ സെൻസിറ്റിവിറ്റിയും സ്കില്ലൊക്കെ പോയി ഗീസ്. ഗീസ് അങ്ങനെ ഗീസ് നമ്മളാണെങ്കിൽ എൻ്റെ മോനെ ഗീസ് ഒരു വല്ലാത്തൊരു ഹെഡ് ഷോട്ടാണ് M8 വെച്ചിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, നൈസ് ഷോട്ടാന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഗീസ് അനിയനും ചേട്ടനും ഇവിടെ നിൽക്കണ്ടായിരുന്നു ഗീസ്. അപ്പം ഞാനാണെങ്കിൽ പുള്ളിയുടെ അനിയനെ നോക്കാക്കിക്കൊണ്ട് അവരെ ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമുക്കാണെങ്കിൽ അവരുടെ ഡ്രസ്സ് കാണാൻ പറ്റണില്ല. അതുപോലെ തന്നെ ഇമോട്ട് ഇടണോ അതൊന്നും കാണാൻ പറ്റണില്ല ഗീസ്. അവിടെ നോക്കിയപ്പോൾ ഗീസ് പുള്ളിക്കാരനാണെങ്കിൽ AW എടുത്തേക്കണം. AW വെച്ച് ഹെഡ് അടിക്കാൻ നോക്കണ്ട്. നമുക്ക് പറ്റണില്ല. അവസാനം ഞാനാണെങ്കിൽ UMP വെച്ചിട്ടാണെങ്കിൽ കുത്തി പിടിച്ച് ഹെഡ് അടിച്ചെടുത്തു ഗീസ്. നമുക്ക് നമ്മളാണെങ്കിൽ അപ്പോൾ ചുമ്മാ ഇമോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളി കാണുമെന്ന് അറിയില്ല. ഡൗൺലോഡ് ചെയ്താൽ കാണും. രണ്ടുപേരും കൂടെ അടി കൂടി ഗീസ്. അവസാനം എനിക്കിപ്പോൾ കുറച്ച് HP ഉള്ളൂ. ഒരു ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീരും ഗീസ്. ഓക്കെ, അനിയനും ചേട്ടൻ അവിടെ കിടന്ന പൂര അടിയാണ് ഗീസ്. നിൽക്കാൻ പോലും സമ്മതിക്കില്ല. മെഡ് അടിക്കാൻ പോലും സമ്മതിക്കില്ല ഗീസ്. അങ്ങനെ ഇപ്പോൾ ഞാൻ മൂടാന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നിന്ന് കയറി വന്നു ഗീസ്. പുള്ളിയുടെ അനിയനും മൂടിയെന്ന് വിചാരിച്ചപ്പോൾ ഗീസ് അനിയനും ചാടി കയറി വന്നു. ഗീസ് വയ്യാത്തോണ്ട് സ്മോക്ക് ബോംബ് ഇട്ടു. എന്താണ് ഗീസ്, കസ്റ്റമല്ലേ, വയ്യ മടുത്തിട്ടാണ് ഇട്ടേ. അവസാനം വീണ്ടും വന്നപ്പോൾ അവന്മാരെ സമ്മതിക്കില്ലാന്നു. രണ്ടുപേരും കൂടെ പൂരടി ഗീസ്. UMP വെച്ചിട്ടാണ് അവർ അടിക്കണത് ഗീസ്. എന്നെ കോപ്പി അടിച്ചു ഗീസ്. പുള്ളിയുടെ അനിയനെ നോക്കിയപ്പോൾ AW ആണ് ഗീസ്. ഞാൻ മൂവ്മെൻ്റ് ഇട്ട് കളിക്കണതുകൊണ്ട് അധികം അടിക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും M8 വെച്ച് കൊടുത്തു നോക്കിയപ്പോൾ ഒരു 93 കൊടുത്തു എൻ്റെ അനിയനാണെങ്കിൽ. അങ്ങനെ ഗീസ് അവൻ്റെ അനിയനെ നമ്മൾ നോക്കാക്കി.
ഗീസ് അപ്പോൾ ഒരു ഇമോട്ട് ഇടാൻ വേണ്ടി ഗ്ലൂ ആയിട്ടാണ്. അപ്പോൾ അത് കാര്യം നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം സോൺ വന്നു. അങ്ങനെയാണെങ്കിൽ സോണിൽ പെട്ട് ചാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് വന്നു ഗീസ്. അതിന് ശേഷമാണ് നടന്നത്. ഇനിയുള്ളതാണ് ഗീസ് നിങ്ങളെ കണ്ടത് ഗീസ്. കാരണം ഞാനാണെങ്കിൽ ഇവിടെ സോണിൽ പെട്ട് മരിച്ചു. നെക്സ്റ്റ് മാച്ച് ഞാൻ ഫൈറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ മരിച്ചുപോയി. പിന്നെയാണ് എനിക്ക് കാര്യം പിടികിട്ടിയത് ഗീസ്. നമ്മൾ കഴിഞ്ഞ മാച്ച് സോണിൽ പെട്ട് മരിച്ചത് കണ്ട് അവർ സോണിൽ പെട്ട് മരിച്ചതാണ് ഗീസ്. ഗീസ് നമ്മളാദ്യം ജോ ഇല്ലേ ആ ചങ്ങായി അപ്പുറത്തെ ക്ലോബ്ലൻറ്റ് പുള്ളിക്കാരൻ സോണിൽ പെട്ട് മരിച്ചപ്പോൾ നമ്മൾ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ ചെയ്യാം ഗീസ്. ഓക്കെ, എന്തായാലും വളരെ 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 ഒന്നും പറയാൻ പറ്റില്ല. വളരെ വളരെ ആയിട്ടുള്ളൊരു വളരെ മൊമെൻ്റാണ് ഇപ്പോൾ കണ്ടത് ഗീസ്. ഓക്കെ, നമുക്കെന്തായാലും ഗ്രാനേഡ് ഇട്ട് ചാവാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, അങ്ങനെ അത് നമുക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഗീസ് അവർ സ്വന്തമായിട്ട് വിട്ടുകൊടുത്തു ഗീസ്. അവർ മരിച്ചു ഗീസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ബൂയി അടിച്ചു ഗീസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക ഗീസ്, ഒരു പീസ്ഫുൾ മാച്ചായിരുന്നു ഗീസ്. ഒരു പീസ്ഫുൾ മാച്ച്. നമ്മളാണെങ്കിൽ പല പ്ലേയേഴ്സിനും നൂബ് എന്നൊക്കെ വിളിച്ച് ഗീസ് കളിയാക്കും ഗീസ്. ഒക്കെ അപ്പോൾ ആണെങ്കിൽ ഗീസ് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ പ്ലേയേഴ്സിന് ഗീസ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഗീസ്. കാരണം സോണിൽ പെട്ട് മരിച്ചിട്ടുണ്ട് ഗീസ്. അത് ഒരു പീസ്ഫുൾ മാച്ചാണ്, ഗുഡ് ബിഹേവിയർ ആണ് അപ്പുറത്തെ ഓപ്പോസിറ്റ് ടീമൊക്കെ ഉണ്ടായത് ഗീസ്. ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കും.